ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് വെങ്ങോല എന്ന ഗ്രാമപഞ്ചായത്തിലെ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വെങ്ങോല എന്ന ഗ്രാമപഞ്ചായത്തിൽ എരപ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത്, ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തിന് ആ പേര് വരാനുള്ള കാരണഭൂതം കൂടിയാണ് ഈ വെള്ളച്ചാട്ടം. ഞങ്ങളുടെ എക്കാലത്തെ പ്രിയപ്പെട്ടതും ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരവുമാണത്. പ്രകൃതിയെ അറിയണമെങ്കിൽ, പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഒരു ഫ്ലൈറ്റ് കയറി നിങ്ങൾ പോകേണ്ട, ഒരു ട്രെയിനും പിടിക്കേണ്ട, നേരെ ഇങ്ങോട്ട് പോകുന്നോളൂ. പണവും ലാഭിക്കാം, യാത്രയും ലാഭിക്കാം. ഈ സ്ഥലം സന്ദർശിച്ചവർക്ക് ഇതൊരു അനുഭവം തന്നെയാണ്. പണ്ട്, വളരെ പണ്ട്, അതായത് എൻ്റെ അമ്മച്ചിയുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് ജലത്തിന്റെ ക്ഷാമം നികത്തിയിരുന്നത് ഈ വെള്ളച്ചാട്ടമാണ്. എന്നാൽ കനത്ത വേനൽക്കാലത്ത് ഈ എരപ്പും വറ്റി വരണ്ടിരുന്നു. അന്ന് ബ്ലാക്കണ എന്ന് പറയുന്ന സ്ഥലമാണ് അവർ ആശ്രയിച്ചിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത്, എൻ്റെ ചെറുപ്പകാലത്തും ഇന്നും ഈ വെള്ളച്ചാട്ടം തന്നെയാണ് ഞങ്ങൾക്ക് ഹരം. മഴക്കാലത്തൊക്കെ ഈ വെള്ളച്ചാട്ടം വല്ലാതെ അങ്ങ് കുത്തി ഒഴുകുമായിരുന്നു. ഇപ്പോൾ സേറയും അപ്പായും നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാനേ പറ്റത്തില്ലായിരുന്നു. ഭയങ്കരമായിട്ട് വെള്ളം കുത്തി ഒഴുകുമായിരുന്നു. ഈ കുത്തി ഒഴുക്കിനിടയിൽ വലയിട്ട് മീൻ പിടിക്കുന്നവരെ കാണാം, ചൂണ്ടയിടുന്നവരെ കാണാം, പൊങ്ങിച്ചാടുന്ന മീനുകളെ കൊടകൊണ്ട് തടഞ്ഞു നിർത്തി പിടിക്കുന്നവരെ കാണാമായിരുന്നു. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ ഇന്നെല്ലാം ഒരു ഓർമ്മ മാത്രം. പണ്ട് മഴക്കാലത്ത് പ്രകൃതി വല്ലാതെ ജലം തന്ന് അനുഗ്രഹിച്ചപ്പോൾ വല്ലാത്തൊരു കുത്തൊഴുക്കുണ്ടായി. അതിൻ്റെ ദുരനുഭവം കൂടി വെങ്ങോലക്കര അറിഞ്ഞിട്ടുണ്ട്. പിന്നീട് 1959 കാലഘട്ടത്തിൽ എരപ്പിന് മുകളിലൂടെ ഒരു കനാലും സ്ഥാപിക്കപ്പെട്ടു. പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ വെള്ളച്ചാട്ടം ഒഴുകുന്നത് ഒരു കനാലിന്റെയും റോഡിന്റെയും അടിയിലൂടെയാണ്. ഒരു കനാല് മുകളിലൂടെ ഒഴുകുന്നുണ്ട്. എന്നാൽ ഇനി ആ തുരങ്കത്തിനിടയിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. എത്ര മനോഹരമാണെന്നറിയോ. ഐ എൻജോയ്ഡ് എ ലോട്ട്. അപ്പോൾ ഒത്തിരി ഓർമ്മകൾ നിറഞ്ഞ ഞങ്ങളുടെ ഈ വെള്ളച്ചാട്ടം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ബൈ ബൈ.